ഹലോ കൂട്ടുകാരെ, കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സുധീഷും നിധിയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം കഴിച്ചു കേട്ടോ. സുധീഷിനാണെങ്കിൽ ലോട്ടറി അടിച്ച പോലെ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ നിധിക്ക് അങ്ങനെ അല്ല കേട്ടോ. അച്ഛനെയും വീട്ടുകാരൊക്കെ വിഷമിപ്പിച്ചതിലുള്ള സങ്കടമാണ് കേട്ടോ നിധിക്ക്. അങ്ങനെ നിധീനെ ഓരോന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് സുഭാഷ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ സുധീഷും നിധിയും വരുന്നുണ്ടെന്നറിഞ്ഞ് സുഭാഷും അനിയന്മാരും കൂടി വീടൊക്കെ അലങ്കരിക്കുന്നുണ്ട്. അവിടേക്ക് ഭാസ്കരൻ കയറി വരുന്നുണ്ട് കേട്ടോ. ഭാസ്കരനാണെങ്കിൽ സുധീഷും നിധിയും തമ്മിലുള്ള കല്യാണത്തെ പറ്റി ഒന്നും അറിയില്ല. വീട് അലങ്കരിക്കുന്നത് കാണുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇനി എന്നെ കൊല്ലാൻ വല്ല പരിപാടിയുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതിന് ചാവുന്നവരല്ലേ കൊല്ലാൻ പറ്റൂ, ഇങ്ങേരെയൊന്നും കൊന്നാലും ചാവില്ല. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ എന്താ നീ പറഞ്ഞേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ലേ? അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, നല്ല കാര്യമോ ഈ വീട്ടിലോ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ സുഭാഷ് ഏട്ടാ? അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇയാൾ വെറുപ്പിക്കും. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിയടാ. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരൻ ചൂടാവുന്നുണ്ട്, എന്താടാ എന്താ നീ പറഞ്ഞേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അച്ഛാ ഒരു നല്ല കാര്യം തന്നെ നടന്നിരിക്കുന്നത്. ആണോ? നിന്റെ കൂടെ ഈ പടുകുഴിയിലേക്ക് എടുത്തു ചാടാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾ സമ്മതിച്ചോടാ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിനും നികേഷിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇവൻ ഒരു പെണ്ണ് കിട്ടിയാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കൂടാ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ. അവൻ്റെ ഒടുക്കത്തൊരു നളപാചകം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാ. ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോവാ. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നികേഷ് പറയുന്നുണ്ട്, ഏടത്തിയമ്മ വരുന്നതേ നിങ്ങൾക്ക് കഴിക്കാൻ പുഴുങ്ങി വെക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ഒന്ന് പോടാ ചക്ക. സുഭാഷേ നീ പറ, ഞാൻ പോലും അറിയാതെ നീ പെണ്ണ് കെട്ടാൻ പോവാണോ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ അച്ഛാ എനിക്കല്ല, നമ്മുടെ സുധീഷിനാ. അവനോ? അതെങ്ങനെ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇങ്ങേരോട് വർത്താനം പറഞ്ഞ് നിൽക്കാതെ സുഭാഷ് ഏട്ടൻ ബാക്കി ജോലി നോക്കിയേ, പണി കുറേ തീർക്കാനുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അച്ഛാ അവൻ സ്നേഹിക്കുന്നൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു, അവരിപ്പോൾ ഇങ്ങെത്തും. അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട്, അവൻ സ്നേഹിക്കുന്ന പെണ്ണോ? ഒന്ന് പോടാ അവിടെ നിന്ന്, അങ്ങനെ ഒരു പെണ്ണൊന്നും ഉണ്ടാവില്ല, വെറുതെ ചുമ്മാ പറയുന്നതാ. അപ്പം നികേഷ് ഇടയിൽ കയറി പറയുന്നുണ്ട്, അതേ സുധീഷേൻ്റെ കല്യാണം കഴിഞ്ഞു, ഏടത്തിമ്മയായിട്ട് ഇപ്പം ഇങ്ങോട്ട് എത്തും, വെറുതെ ഇവിടെ കിടന്ന് സീൻ ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങി പൊക്കോണം, അല്ലാതെ വരുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ മാനം കളയരുത്. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഓ വലിയ അഭിമാനികൾ വന്നിരിക്കുന്നു. എടാ സുഭാഷേ ശരിക്കും എന്താ ഉണ്ടായത്? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പറഞ്ഞത് സത്യം അച്ഛാ, അവരിപ്പോൾ ഇങ്ങനെ എത്തും. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, പെണ്ണെവിടെ നിന്നാടാ? അപ്പം നികേഷ് പറയുന്നുണ്ട്, ചേട്ടാ അതൊന്നും പറയാൻ നിൽക്കണ്ട, ആദ്യം നമ്മുടെ പണി തീർക്കാം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അച്ഛാ ആ കുട്ടി വരുമ്പോൾ ഇത്തിരിയൊക്കെ മര്യാദയോടുകൂടി പെരുമാറണം, അതിനുള്ള കരുണ കാണിക്കണം. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഈ വീടിനെ പറ്റി അറിയുന്നവരാരും പെണ്ണു കൊടുക്കില്ല, അന്വേഷിച്ചാലും കിട്ടില്ല, ഇത് ഏതോ പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് അടിച്ചു മാറ്റി കൊണ്ടിരുന്നോ, ഏതായാലും അതൊന്ന് ആഘോഷിച്ചേക്കാം. അങ്ങനെ പറഞ്ഞ് ഭാസ്കരൻ സൈക്കിളെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നിധിയുടെ വീടാണ് കേട്ടോ. അവിടെ എല്ലാവരും നിധി വരുന്നതും കാത്തിരിക്കുക. രാജീവിൻ്റെ കാറ് വന്നതും നിധിയുടെ അമ്മ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിധി എവിടെ രാജീവേട്ടാ? അവൾ വന്നില്ലേ? അരുണിൻ്റെ കാറിലാണോ? എന്താ രാജീവേട്ടാ ഒന്നും മിണ്ടാത്തേ, എന്തെങ്കിലും ഒന്ന് പറ. അപ്പോൾ നിധിയുടെ ഫിയാൻസി പറയുന്നുണ്ട് കേട്ടോ, അവൾ വരില്ലെന്ന് പറഞ്ഞു ആൻറ്റി. വരില്ലെന്നോ? എന്ന് വെച്ചാൽ അതന്നെ, അവൾക്ക് ഞാൻ വേണ്ട, ആ ഡ്രൈവറുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന്. അപ്പോൾ ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അവളെ കണ്ടില്ലേ? രാജീവ് അവളോട് സംസാരിച്ചോ? അപ്പോൾ നിധിയുടെ ഫിയാൻസി പറയുന്നുണ്ട്, കണ്ടു, പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അവൾ ആ ഡ്രൈവറുടെ കൈയും പിടിച്ച് ഓടിക്കയറിയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവളുടെ അച്ഛനായ ഈ മനുഷ്യൻ അവളെ കൊല്ലാൻ പോകുന്നു പരാതിയും, അച്ഛൻ്റെ കൂടെ അവൾ തിരിച്ചു വരില്ല എന്ന്. പട്ടിയെ പോലെ അപേക്ഷിച്ചു ഈ മനുഷ്യൻ. പെണ്ണാണെങ്കിൽ വരാൻ കൂട്ടാക്കിയില്ല അവൾ. ഞാൻ വിളിച്ചു നോക്കി, എൻ്റെ കാര്യം പോട്ടെ, അരുൺ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു നോക്കി, എന്നിട്ടും അവൾക്ക് ആ ഡ്രൈവർ മതിയെന്നേ. അവൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ നാണം കെട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഇതൊക്കെ കേട്ട് നിധിയുടെ അമ്മ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏടത്തിയമ്മ പറയുന്നുണ്ട്, ദേ നിങ്ങൾ വെറുതെ അവളെക്കുറിച്ച് അനാവശ്യം പറയരുത്. അപ്പോൾ നിധിയുടെ ഫിയാൻസി പറയുന്നുണ്ട്, അനാവശ്യമൊന്നല്ല സിസ്റ്റർ, ഞങ്ങളുടെ മുമ്പിൽ വെച്ചാൽ അവൻ അവളുടെ കഴുത്ത് താലി കിട്ടിയത്. ഇത് കേട്ടതും നിധിയുടെ അമ്മ ഞെട്ടുന്നുണ്ട് കേട്ടോ.
എന്താ പറഞ്ഞത്? അതെ ആൻറ്റി, അവരുടെ കല്യാണം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രജിസ്ട്രാറെ വിളിച്ചു വരുത്തി അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഇത് കേട്ടതും നിധിയുടെ അമ്മ പറയുന്നുണ്ട്, ഇല്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. രാജീവേട്ട, നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തെ? നിധിയുടെ അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അരുൺ പറയുന്നുണ്ട്, അവൻ പറഞ്ഞതാ ശരി. അവള് ഞങ്ങളെ 3 പേരെയും വെടികളാക്കിക്കൊണ്ട് ആ ഡ്രൈവറെ കല്യാണം കഴിച്ചു. ഇത് കേട്ടതും നിധിയുടെ അമ്മ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾ അങ്ങനത്തെ കുട്ടിയല്ല. ഇത് കേട്ടതും നിധിയുടെ ഫിയാൻസിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണോ ഉണ്ടാക്കി പറയുന്നത്? അങ്കളെ, എന്താ നടന്നതെന്ന് പറ. ഇങ്ങനെ കല്ല് പോലെ നിൽക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറ. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. ഈ കല്യാണം ഇനി നടക്കില്ല. വിളിച്ചു വരുത്തി അപമാനിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ എല്ലാവരോടും കൂടി ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ നിധിയുടെ അച്ഛൻ. വന്ന ബന്ധുക്കൾക്ക് ആർക്കും തന്നെ നിധി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്നത് നിധിനെയും സുധീഷിനെയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇനി അധികം ദൂരല്ല, ഇരുട്ടാകുമ്പോഴേക്കും വീട്ടിലെത്താം. അപ്പം നിധി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെന്തിന്? താനൊന്ന് കൂളായിരിക്കടോ, ബാക്കിയെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോഴും സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, അതെങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എൻ്റെ ദൈവമേ? ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞ് കൂട്ടുകയും ചെയ്തു. തോലഞ്ഞു. അപ്പം നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും പറഞ്ഞോ? അപ്പം സുധീഷ് പറയുന്നുണ്ട്, അയ്യോ ഒന്നില്ലെന്നേ, ഈ റോഡിലെ ഗട്ടറുകാരനെ വണ്ടി ഓടിച്ച് തൊലഞ്ഞു എന്ന് പറഞ്ഞതാ. അങ്ങനെ അവരോരോന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിധി ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പോൾ തിരിച്ച് വീടെത്തി കാണൂല്ലേ? അപ്പം സുധീഷ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും വളഞ്ഞതേ അവരെ കൂടി പേടിച്ചിട്ടാ. ഇത് കേൾക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ പാവം അച്ഛൻ, എന്നെങ്കിലും അച്ഛൻ എന്നെ മനസ്സിലാവും. അപ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വിളിക്കായിരിക്കും അല്ലേ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ എല്ലാം മറന്നോളും, അപ്പോൾ ഉറപ്പായിട്ടും തിരിച്ചു വിളിക്കും. ഇത് കേൾക്കുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അതെ, ഇയാൾ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇത്ര അധികം റിസ്ക് എടുത്തേ? അത് പിന്നെ തുടങ്ങി വെക്കുമ്പോൾ ഇത്രയും റിസ്ക് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇനി അങ്ങോട്ട് എന്തൊക്കെ റിസ്ക് എടുക്കണം? അപ്പം നിധി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു അല്ലേ? അതെന്താ, തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എത്ര വല്ല റിസ്ക് ആയിരുന്നെങ്കിലേ ഞാനത് ചെയ്യുമായിരുന്നു. അതെന്തിനാ? നമുക്കിഷ്ടമുള്ള കാര്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരിക്കലും നടക്കാൻ സമ്മതിക്കില്ല. അത് തന്നെ കാരണം നിധിക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അത് നടക്കാൻ പാടില്ലെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ കാണിക്കുന്നത് നിധിയുടെ വീടാണ് കേട്ടോ. അവിടെ എല്ലാവരും സങ്കടത്തിലാണ്. നിധിയുടെ അച്ഛനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിധിയുടെ ചേട്ടൻ്റെ മോള് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ചാച്ചാ, നിധി ആൻറ്റി എവിടെ? അപ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മരിച്ചുപോയി മോളെ. അത് കേട്ടതും നിധിയുടെ അമ്മ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനാ അവൾ അവിടെ ഇട്ടിട്ട് പോകുന്നത്? കാരണം നോക്കിയൊന്ന് പൊട്ടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോരായിരുന്നില്ലേ? അവൻ അവൾക്ക് എത്ര നാളായിട്ടറിയാം. നമ്മളിൽ നിന്നെല്ലാം മറച്ചു വെച്ച് എന്തിനാ അവൾ അങ്ങനെ ചെയ്തത്? അപ്പോൾ നിധിയുടെ ഏട്ടത്തി പറയുന്നുണ്ട്, മതി അമ്മ കരഞ്ഞത്, ഇങ്ങനെ കരഞ്ഞാൽ വല്ല അസുഖം വരും. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൾ കരഞ്ഞോട്ടെ, മതിയാവോളം കരഞ്ഞോട്ടെ, അവൾ മരിച്ചെന്ന് കരുതി ആ സങ്കടം കരഞ്ഞു തീർക്ക്. അവിടേക്ക് സൂര്യയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, സൂര്യ, എന്തൊക്കെയാണ് നടക്കുന്നേ മോനെ? ഞങ്ങൾ കേട്ടതൊക്കെ സത്യമാണോ? എന്താ രാജീവ് ഇത്? അവൾക്ക് ഇങ്ങനൊരു ബന്ധമുള്ളത് ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? അതോ അതറിഞ്ഞിട്ടും ഞങ്ങളുടെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാണോ? ഇതിനൊന്നും നിധിയുടെ അച്ഛൻ മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. ക്ഷണിച്ച ബന്ധുക്കളും നാട്ടുകാരൊക്കെ നിശ്ചയത്തിന് വന്നപ്പോൾ ഞങ്ങളാകെ നാണം കിട്ടുപോയി. ചെറുപ്പം മുതലേ അറിയുന്ന വീട്ടുകാരാണല്ലോ, അച്ചടക്കത്തോടു കൂടി കുട്ടിയെ വളർത്തിയിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ആലോചനയായിട്ട് വന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഞങ്ങൾ മകന് വേണ്ടി ആലോചിച്ചു വന്നത്. അപ്പോൾ നിധിയുടെ ആൻറ്റി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയല്ല, ഞങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല, ഞങ്ങൾക്ക് പോലും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് വിശ്വാസമായിട്ടില്ലേ? വാവ്, എന്തായാലും കൊള്ളാം. അപ്പോൾ സൂര്യയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോനായിട്ട് അവൾക്ക് സംസാരിക്കാൻ തന്നെ മടിയായിരുന്നു. ഞാൻ കരുതിയത് സാധാരണ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ഒരു മടിയില്ലേ, അതുകൊണ്ടായിരിക്കുന്ന. അതെങ്ങനെയാ അവൾ ഉള്ളിലെടുത്ത് വെച്ചിട്ടുള്ളത്? ആ ഡ്രൈവറെ അല്ലേ? അന്യനാട്ടിൽ പഠിച്ചിട്ടും ജോലി ചെയ്തിട്ടും എൻ്റെ മോൻ ഇന്നേ വരെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടില്ല. അച്ഛനമ്മയും കണ്ടെത്തുന്ന കുട്ടിയെ മതി എന്നായിരുന്നു അവന്.
ഇതിപ്പോ എങ്ങോട്ടും വിടാതെ പൊത്തി പൊത്തി വളർത്തിയിട്ട് മകള് പോയ പോക്ക് കണ്ടില്ലേ? ഇതാണോ വളർത്തിയുടെ ഗുണം? ഇങ്ങനെ ഒരു കുടുംബമായിട്ട് ബന്ധം വെക്കാൻ നോക്കിയതിന് ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നിധിയുടെ ആൻറ്റി പറയുന്നുണ്ട്, ലക്ഷ്മി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇത് കേൾക്കുമ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവർ സംസാരിച്ചോട്ടെ, അവർക്കതിനുള്ള അവകാശമുണ്ട്. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ മകളെ നന്നായി വളർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. സോറി. ഈ കല്യാണത്തിന് നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും അത് ഞാൻ വഹിച്ചോളാം. അപ്പോൾ സൂര്യയുടെ അമ്മ പറയുന്നുണ്ട്, പണം നഷ്ടമായത് പോട്ടെ, മാനം നഷ്ടമായതിന് നിങ്ങൾ എന്ത് പകരം തരും? എൻ്റെ മകനെ ആളുകൾ നോക്കി കളിയൊക്കെ ചിരിക്കില്ലേ? അതിന് നിങ്ങൾക്ക് പകരം തരാൻ കഴിയൂ? അപ്പോൾ സൂര്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, രാജീവേ, പരസ്പരം അറിയുന്ന കുടുംബമായിട്ട് പോലും നിങ്ങൾ കാരണം ഞങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കിട്ടും. ഇതൊരിക്കലും ഈ പീതാംബരൻ ക്ഷമിക്കില്ല. എന്നിട്ട് സൂര്യോട് ചോദിക്കുന്നുണ്ട്, അവൾ ഓടിപ്പോയെന്നറിഞ്ഞപ്പോൾ നീ എന്തിനാണ് അവളുടെ പിന്നാലെ പോകാൻ നിന്നത്? അപ്പം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ നിശ്ചയം നമുക്ക് ക്യാൻസൽ ചെയ്യായിരുന്നില്ലേ? നമുക്കിത്ര നാണക്കേട് ഉണ്ടാവുമായിരുന്നോ? അപ്പോൾ സൂര്യയുടെ അമ്മ പറയുന്നുണ്ട്, രാത്രിക്ക് രാത്രി തന്നെ അവളെ കണ്ടുപിടിച്ച് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പാവം വിശ്വസിച്ച് കാണും. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, മതി അമ്മ, എല്ലാവരും ഒന്ന് നിർത്ത്. സുധീഷിൻ്റെ വീട്ടിലാണെങ്കിൽ അവർ പാട്ടൊക്കെ വെച്ച് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. നിധിയുടെ ചേട്ടനാണെങ്കിൽ സുധീഷിനെ കൊല്ലാനായിട്ട് കുറച്ച് ഗുണ്ടകളെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഭാസ്കരനെയാണ് കേട്ടോ. ഭാസ്കരനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ആള് കവലയിലെ ചായക്കടയിൽ ചെന്ന് ചായ കുടിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ ഭാസ്കരൻ്റെ ചേട്ടനും ഇരിപ്പുണ്ട്. അപ്പോൾ ചായക്കടയിലിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഭാസ്കരേട്ടാ വിശേഷം? പിള്ളേർ വീടിൻ്റെ മുന്നിൽ ലൈറ്റൊക്കെ ഇടുന്ന കണ്ടല്ലോ. ചോദിച്ചപ്പോഴേ പിള്ളേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അവന്മാർ പറയത്തില്ല, പക്ഷെ ഞാൻ പറയാം. ഇവിടുത്തെ ചില ആളുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് എൻ്റെ കൂടപ്പിറപ്പെന്ന് പറയുന്ന ചില ചവറുകൾ, ഭാസ്കരൻ്റെ വീട്ടിൽ പെണ്ണ് വാഴത്തില്ല, ഭാസ്കരൻ്റെ മക്കൾക്ക് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ നാടുനീള പറഞ്ഞു നടക്കുന്നില്ലേ? അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. നല്ല മഹാലക്ഷ്മി പോലൊരു പെണ്ണ് ഇന്ന് ഭാസ്കരൻ്റെ വീട്ടിൽ വരും, എൻ്റെ മരുമോളായിട്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്